ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ നിങ്ങളുടെ വ്യക്തിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ നിങ്ങളുടെ വ്യക്തിയുടെ പ്രതികരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ നിങ്ങളുടെ വ്യക്തിയുടെ പ്രതികരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ നിങ്ങളുടെ വ്യക്തിയുടെ പ്രതികരണം എന്തായിരിക്കും? ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ക്രൗൺ ചക്രയാണ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ ഒരു സ്പ്രെഡിൻ്റെ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്രൗൺ ചക്രയാണ്. ഇത് അവേക്കൻഡ് സോളിനെ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു ആത്മീയ ഉണർവ് സംഭവിക്കും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ. ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ തകർച്ചയാണ് ആ ഒരു വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യമേ തന്നെ നിങ്ങളുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വലിയൊരു മാറ്റത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമാണ്. നിങ്ങൾ ഒരുപാട് സഹിച്ചു നിന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് കാലമായി നീണ്ടു നിന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്തായാലും നിങ്ങൾ ഇപ്പോൾ പഴയ ആളല്ല, ഒരുപാട് മാറിയിരിക്കുന്നു. പഴയ വേദനകളാണ് നിങ്ങളെ പുതിയ ഒരാളാക്കി മാറ്റിയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ആദ്യം ഞാൻ നിങ്ങളുടെ എനർജിയാണ് പറഞ്ഞത്. ഇനി നമുക്ക് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ എന്തായിരിക്കും ഈ ഒരു വ്യക്തിയുടെ പ്രതികരണം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമൊക്കെ ഈ ഒരു വ്യക്തി ഒന്ന് അമ്പരന്ന് നിൽക്കുന്നതാണ്. പക്ഷെ അതൊന്നും അവർ പുറമേ കാണിക്കുകയില്ല, നിങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യില്ല. മറിച്ച് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും. ഇവളല്ലെങ്കിൽ ഇവൻ എവിടെ പോകാൻ എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് അകലം പാലിച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കും. നിങ്ങൾ തിരികെ ചെല്ലുമെന്നുള്ള പ്രതീക്ഷയിൽ ആളിരിക്കും. ഒരുപാട് ദിവസങ്ങൾ, ആഴ്ചകൾ, ചിലപ്പോൾ മാസങ്ങൾ, വർഷങ്ങൾ വരെ ഈ ഒരു കാത്തിരിപ്പ് തുടരുന്നതാണ്. നിങ്ങൾ എവിടേക്കാണ് പോയത് എന്ന് ചിന്തിച്ച് ഈ ഒരു വ്യക്തി ഓരോ ദിവസവും തള്ളി നീക്കുന്നതാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ബ്ലോക്ക് ചെയ്താലും മെസ്സേജിന് റീപ്ലൈ കൊടുക്കാതിരുന്നാലും അവരുടെ മനസ്സിൽ എന്നേലും കാണാൻ കഴിയും, സംസാരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നതാണ്. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ കാരണം അവരുടെ ശ്രദ്ധ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ്. ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കും, പണം ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഈ വ്യക്തി കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും പക്ഷെ അതൊന്നും ആ വ്യക്തിയുടെ മനസ്സിലെ ഉള്ളിലെ ശൂന്യതയ്ക്ക് പകരമാവില്ല. നിങ്ങളുമായി അകന്നു കഴിയേണ്ടി വരുമ്പോഴും നിങ്ങളോടുള്ള ആത്മബന്ധം മാത്രം ഈ ഒരു വ്യക്തിക്ക് അവസാനിച്ചു പോവുകയില്ല. നിങ്ങളുടെ എനർജി ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യും.
അതുകൊണ്ട് നിങ്ങൾ പോയതിൻ്റെ സീരിയസ്നെസ് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് വരുന്നതാണ്. ആദ്യം കാഷ്വലായി കണ്ട ഈ ഒരു കണക്ഷനെ പിന്നീട് ഈ ഒരു വ്യക്തി റിയലൈസ് ചെയ്യും, ഇവളാണ് അല്ലെങ്കിൽ ഇവനാണ് എൻ്റെ റിയൽ സോൾമേറ്റ് എന്ന്. ഞാൻ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് പിന്നീട് ഉണ്ടാവുന്നതാണ്. ടെലിപ്പതിക് എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങളെ സഡൻലി ഫീൽ ചെയ്യുക, സ്വപ്നത്തിൽ കാണുക, അകാരണമായ ദുഃഖം എല്ലാം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ഓർമ്മകൾ മായാതെ കിടക്കുമ്പോൾ, സ്വപ്നത്തിൽ നിങ്ങൾ അറിയാതെ ചെല്ലുമ്പോൾ, അങ്ങനെയെല്ലാം നിങ്ങൾ തിരികെ ചെല്ലുമെന്നുള്ള വിശ്വാസത്തിൽ ഈ ഒരു വ്യക്തി സ്വയം തയ്യാറാകാൻ തുടങ്ങും. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആകാനായിട്ട് തുടങ്ങും. ലൈഫ് സ്റ്റൈലൊക്കെ മെച്ചപ്പെടുത്തും. ഇൻഡയറക്റ്റായി മെസ്സേജ് അയക്കൽ, അതായത് നിങ്ങൾക്കായിട്ടുള്ള സ്റ്റാറ്റസൊക്കെ നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും പിടിച്ചു പറ്റാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയം ഈ ഒരു വ്യക്തിയെ ശ്രദ്ധിക്കാതെ ആകുന്നതാണ്. ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തിക്ക് മൂഡ് സ്വിംഗ് സ്റ്റാർട്ട് ആകുന്നതാണ്. ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു വ്യക്തി മാറുന്നതാണ്. അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, ഡിപ്രഷൻ പോലുള്ള ഒരു അവസ്ഥ എല്ലാം വരുന്നതാണ്. മെൻ്റൽ റെസ്റ്റ് ഇല്ലാത്ത ഒരു അൺസ്റ്റേബിൾ എനർജിയിലേക്ക് നിങ്ങളുടെ വ്യക്തി മാറുന്നതാണ്. ഞാൻ കാരണമാണ് അവൾ എന്നെ മൈൻഡ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അവൻ എന്നെ മൈൻഡ് ചെയ്യാത്തത്, അതുകൊണ്ടാണ് എന്നെ വിട്ടിട്ട് പോയത് എന്നുള്ള ചിന്ത, ഞാൻ കോള് ചെയ്യണോ മെസ്സേജ് ചെയ്യണോ എന്നുള്ള ചിന്ത, എല്ലാം കാരണം ഈ ഒരു വ്യക്തിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ്. ഉറക്കം പോലും നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നതാണ്. കൂടുതൽ സ്പിരിച്വൽ ആകുകയും തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അഹങ്കാരവും ചിന്താഗതി മാറ്റുകയും ചെയ്യുന്നതാണ്. അത് ഈ ഒരു വ്യക്തിക്ക് സ്പിരിച്വൽ അവേക്കനിങ് ആണ് ഉണ്ടാക്കുന്നത്. സത്യത്തെ തിരിച്ചറിയാനായിട്ട് തുടങ്ങും. നിങ്ങൾ പോകുന്നതോടുകൂടി ഈ ഒരു വ്യക്തി പൂർണ്ണമായും തകർന്നു പോകുന്നതാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയും പോലെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ടാവില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ ഈ ഒരു വ്യക്തിക്ക് നിലനിൽപ്പില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വ്യക്തിയുടെ ഈഗോ തകർന്നു വീഴുന്നതാണ്. നിങ്ങൾ പോയതിന് ശേഷം ഈ ഒരു വ്യക്തിക്ക് പെയിൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഈ ഒരു വ്യക്തിക്ക് പ്യൂരിഫിക്കേഷനാണ് സംഭവിക്കുന്നത്. പിന്നീട് റിയലൈസേഷൻ സംഭവിക്കുന്നതാണ്. പിന്നീടാണ് ഈ ഒരു വ്യക്തിക്ക് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുന്നത്. ഒരുപാട് ലെസൺസ് പഠിക്കും. നിങ്ങൾ ആരായിരുന്നു എന്നുള്ളത് പഠിക്കും. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കും. അത് ഈ ഒരു വ്യക്തിയെ പുതിയൊരാളാക്കി മാറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ ആദ്യമേ ഈ ഒരു വ്യക്തി പ്രതികരിക്കില്ല. ആ ഒരു വ്യക്തി വിചാരിക്കും എവിടെ വരെ പോവാൻ എന്നുള്ള രീതിയിൽ ആദ്യമേ ഇരിക്കും. പിന്നീട് ആ ഒരു വ്യക്തി ദിവസങ്ങൾ കാത്തിരിക്കും, ആഴ്ചകൾ കാത്തിരിക്കും, മാസങ്ങൾ കാത്തിരിക്കും, വർഷങ്ങൾ വരെ കാത്തിരിക്കും. അവസാനം ഈ ഒരു വ്യക്തി മറ്റുള്ള കാര്യങ്ങളിലേക്ക്, അതായത് കരിയറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ കരിയറിൽ ഈ ഒരു വ്യക്തിക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങളെ സ്വപ്നത്തിൽ കാണുക, നിങ്ങളുടെ എനർജി ഫീൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് എങ്ങനെയും കണക്ട് ചെയ്യണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കും. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് എങ്ങനെയും നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു എനർജിയിലേക്ക് ഈ ഒരു വ്യക്തി മാറുന്നതാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു വ്യക്തി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് അല്ലാത്ത പേഴ്സൺ ആണെങ്കിൽ ആ ഒരു സമയത്ത് ആക്റ്റീവ് ആവും. അതുപോലെ തന്നെ ഇൻഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കും, അതായത് സ്റ്റാറ്റസ് ഒക്കെ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി ചെയ്യും. അപ്പോഴായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മൈൻഡ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഒരു മൂഡ് സ്വിങ്സിലേക്ക് പോവുകയും ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് വരെ ഈ ഒരു വ്യക്തി പോകുന്നതാണ്. കാരണം അത്രയും നാളൊരു പ്രതീക്ഷയായിരുന്നു നിങ്ങൾ ചെല്ലുമെന്നുള്ളത്. അപ്പം നിങ്ങൾ മൈൻഡ് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു വ്യക്തി അകാരണമായ ഒരു ദുഃഖത്തിലേക്ക് വീഴുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു റിയലൈസേഷൻ അപ്പോൾ ഉണ്ടാകുന്നതാണ്. തൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ്, അതുകൊണ്ടാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയത് എന്നുള്ള ആ ഒരു റിയലൈസേഷനിലേക്ക് ഈ ഒരു വ്യക്തി എത്തുന്നതാണ്. ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയുടെ ഈഗോ എല്ലാം പൂർണ്ണമായിട്ടും തകർന്നു വീഴുന്നതാണ്. അതോടെ ഈ ഒരു വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുന്നതാണ്. അപ്പം നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ ഈ ഒരു വ്യക്തി പൂർണ്ണമായും ഇല്ലാതായി പോകും എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നിങ്ങളെ ഒരു വാല്യൂം ഇല്ലാതെ കാണുകയാണെങ്കിൽ, നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയാൽ
ഈ ഒരു വ്യക്തിക്ക് നിലനിൽപ്പില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് കൂടി നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്ത് ഗൈഡൻസ് ആണ് ഈ ഒരു സമയം വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. Nine of Pentacles. എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയമായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുക്കുക. ഫ്രണ്ട്സുമായും ഫാമിലി മെമ്പേഴ്സുമായും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിരസത അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. ചുറ്റും സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ അതൊന്നും കാണാതെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമാണ് എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ സോളിനെ റെജുനേറ്റ് ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് മാനസിക പ്രയാസങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോഴും മെൻ്റൽ സ്ട്രെസ്സ് ഒരുപാടുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ചിന്തകളുടെ തടവറയിൽ നിങ്ങൾ നിൽക്കുകയാണ്. അതിൽ നിന്ന് പുറത്തു വരേണ്ട ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.